ഓക്കെ, ഈ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ പാർട്ട് 8A എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പോണൻസ് ഉണ്ടാവും. അത് കണ്ട് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഈ പറയുന്ന വീഡിയോ കാണാം. ഓക്കെ, കാരണം ഓസാസോൺ റിയാക്ഷൻ്റെ ബേസിക് കൺസെപ്റ്റൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് ആ വീഡിയോയിലാണ്. അതിന് ശേഷമാണ് നമ്മൾ ഇങ്ങോട്ട് വരേണ്ടത്. ഞാൻ പറഞ്ഞത് ഈ കണ്ടൻറ്റൊക്കെ നമ്മൾ ഓൾറെഡി വേറൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. സോ in this video I will be discussing about the principles of Oxazone reaction. From Oxazone reaction നമ്മൾ പ്രിൻസിപ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതുമ്പോൾ ഈ ഒരു ടെക്സ്റ്റുവൽ റിയാക്ഷൻസ് മാത്രമേ നിങ്ങൾ എഴുതണ്ടുള്ളൂ. സ്ട്രക്ചറൽ റിയാക്ഷൻ എഴുതണ്ട. അപ്പം ഈ ഒരു സ്ട്രക്ചർ മാത്രം നിങ്ങൾ ഓർമ്മിക്കുക, എന്താണ് ഓസാസോണിൻ്റെ സ്ട്രക്ചർ എന്നുള്ളത്. ബാക്കി ഈ കമ്പോണൻസ് ഒന്നും നമുക്ക് എക്സാമിന് ആവശ്യമില്ല, നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് മാത്രം ഇവിടെ ഡിസ്പ്ലേ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ നോട്ട്സ് എഴുതുമ്പോൾ ഈ കമ്പോണൻ്റ് വേണം, അതുപോലെ തന്നെ ഇതിൻ്റെ സ്ട്രക്ചർ വേണം, ഇതൊന്നും വേണ്ട. ഓക്കെ, ബാക്കി ത്രൂ ടെക്സ്റ്റ് നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യുക, ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്താണ് റിയാക്ഷൻ നടക്കുന്നത് നോക്കുക. നിങ്ങൾ 3 സ്റ്റെപ്പിലാണ് ഓസാസോൺ റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് 3 ഫീനൈൽ ഹൈഡ്രസീൻ മോളിക്യൂൾസ് റെഡ്യൂസിങ് ഷുഗറുമായിട്ട് റിയാക്ട് ചെയ്യും ടു ഫോം ദി ഓസാസോൺ. അപ്പം റെഡ്യൂസിങ് ഷുഗർ എന്ന് പറയുന്ന ടേം തന്നെ ഉപയോഗിക്കുക. കാരണം എല്ലാ മോണോസാക്രൈഡ്സും റെഡ്യൂസിങ് ആണെന്ന് നിങ്ങൾക്കറിയാം. മോണോസാക്രൈഡ്സ് ഒന്നും ഉപയോഗിക്കാൻ മാത്രം പറ്റില്ല, കാരണം ഡൈസാക്രൈഡ്സും റെഡ്യൂസിങ് ഷുഗേഴ്സ് ആയിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം ലാക്ടോസോ മാനോസോ ഒക്കെ എടുക്കുകയാണെങ്കിൽ ദേ ആർ ഓൾസോ റെഡ്യൂസിങ് ഷുഗേഴ്സ് ആൻഡ് ഇറ്റ് ക്യാൻ ഓൾസോ ഫോം ദി ഓസാസോൺ. അപ്പം ഫീനൈൽ ഹൈഡ്രസീൻ ക്ലോറൈഡുമായിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റെഡ്യൂസിങ് ഷുഗർ ഫീനൈൽ ഹൈഡ്രസീൻ ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഫീനൈൽ ഹൈഡ്രസോൺ ക്ലോറൈഡ് ഉണ്ടാവുന്നു. അല്ലെങ്കിൽ നിങ്ങൾ വളരെ സിമ്പിളായിട്ട് ഫീനൈൽ ഹൈഡ്രസീനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഫീനൈൽ ഹൈഡ്രസോൺ ഉണ്ടാവുന്നു. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ ഷുഗറിൻ്റെ ഫ്രീ ആൽഡിഹൈഡ് ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നു, ഫീനൈൽ ഹൈഡ്രസീനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു ആൻഡ് ദാറ്റ് ഫോം ദി ഫീനൈൽ ഹൈഡ്രസോൺ. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഈ ഫീനൈൽ ഹൈഡ്രസോൺ അഗെയിൻ 1 മോളിക്യൂൾ ഓഫ് ഫീനൈൽ ഹൈഡ്രസീനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്തുണ്ടാവുന്നു, ഒരു ഇൻ്റർമീഡിയറ്റ് കീറ്റോ ഫോം ഉണ്ടാവുന്നു. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ കാരണം ബിക്കോസ് ഇറ്റ്സ് നോട്ട് ദ ഫൈനൽ പ്രോഡക്റ്റ്. ഓക്കെ, ഫൈനൽ പ്രോഡക്റ്റ് അല്ലാത്തത് കൊണ്ടാണ് ഇവിടെ ഇൻ്റർമീഡിയറ്റ് കീറ്റോ ഫോം എന്ന് പറയുന്നത്. കാരണം ഈ റിയാക്ഷൻ നടന്ന് ഇൻ്റർമീഡിയറ്റ് ഉണ്ടായിക്കഴിഞ്ഞ ഉടനെ തന്നെ it will be again combining with another molecule of phenyl hydrazine and the final product, the oxazone, will be formed in that reaction. ഓർമ്മിക്കുക, 3 സ്റ്റെപ്പിലാണ് റിയാക്ഷൻ നടക്കുന്നത്. 1 റെഡ്യൂസിങ് ഷുഗർ ഫീനൈൽ ഹൈഡ്രസീനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഫീനൈൽ ഹൈഡ്രസോൺ ഉണ്ടാവുന്നു. 2 ഫീനൈൽ ഹൈഡ്രസോണ് അഗെയിൻ ഒരു മോളിക്യൂൾ ഓഫ് ഫീനൈൽ ഹൈഡ്രസീനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഒരു കീറ്റോ ഡെറിവേറ്റീവ് ഇൻ്റർമീഡിയറ്റ് ഫോം ഉണ്ടാവുന്നു. അഗെയിൻ ദിസ് ഇൻ്റർമീഡിയറ്റ് വിൽ കമ്പൈൻ വിത്ത് ദ തേർഡ് മോളിക്യൂൾ. ദാറ്റ് മീൻസ് അഗെയിൻ 1 more molecule of ഫീനൈൽ ഹൈഡ്രസീൻ ആൻഡ് ദാറ്റ് വിൽ ബി ഫോമിങ് ദി ഓസാസോൺ. അപ്പം ഈ 3 സ്റ്റെപ്പ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് 3 സ്റ്റെപ്പിലല്ല നടക്കുന്നത് എന്നുള്ള പ്രത്യേകം ഓർക്കുക. കാരണം ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ഒരു പാട്ടുവേ പോലെയാണ് ഇത് നടക്കുന്നത്. ഓക്കെ, അപ്പം 3 സ്റ്റെപ്പിൽ തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യില്ല. അപ്പം 3 മേജർ റിയാക്ഷൻസ് മാത്രമാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത് പ്രിൻസിപ്പളിൻ്റെ പാർട്ടായിട്ട്. എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നു എന്നുള്ളത് ഞാൻ വേറൊരു സ്ലൈഡിൽ ഡിസ്ക്രൈബ് ചെയ്ത് തരാം. അപ്പം ഓർമ്മിക്കുക, നിങ്ങൾ എഴുതുമ്പോൾ 3 സ്റ്റെപ്പിൽ നടക്കുന്നു എന്ന് എഴുതാം, പക്ഷേ മനസ്സിലാക്കുക ഇത് 3 സ്റ്റെപ്പിലല്ല നടക്കുന്നത്. ഇറ്റ്സ് എ മൾട്ടി സ്റ്റെപ്പ് പ്രോസസ് എന്നുള്ളത്. 3 സ്റ്റെപ്പ് എന്ന് മെൻഷൻ ചെയ്യാൻ കാരണം 3 മോളിക്യൂൾസ് ഓഫ് ഫീനൈൽ ഹൈഡ്രസീൻ ആഡ് ചെയ്യപ്പെടുന്നതുകൊണ്ടാണ്. അപ്പം ഈ റിയാക്ഷൻസ് ഞാൻ പറഞ്ഞു, ഇത് മാത്രമേ ഓർക്കേണ്ട കാര്യമുള്ളൂ. ഈ സ്ട്രക്ചർ ഒന്നും വേണ്ട നമുക്ക്. അഗെയിൻ ദിസ് സ്ട്രക്ചർ ഈസ് ഓക്കെ. ഓക്കെ, അപ്പം ഇവിടെ C6H5 എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണുന്നുണ്ടല്ലോ, C6H5. ഇത് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, ഒരു ബെൻസീൻ റിംഗ് ആണ്. ഓക്കെ, ഇതിനെയാണ് ഈ പറയുന്ന C6H5 എന്ന് അവിടെ മെൻഷൻ ചെയ്തേക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇതാണ് ഫീനൈൽ ഹൈഡ്രസീൻ. ഇത് ഗ്ലൂക്കോസാസോൺ ആണ്. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഓസാസോൺ ഫോംഡ് ഫ്രം ഗ്ലൂക്കോസ് ഈസ് നോൺ ആസ് ദി ഗ്ലൂക്കോസാസോൺ. ഓക്കെ, ഇതാണ് ഈ സ്ട്രക്ചർ. നമ്മൾ നേരത്തെ ഈ ഒരു റിയാക്ഷനിൽ, നേരത്തെ കാണിച്ച ഈ റിയാക്ഷനിൽ R എന്നായിരിക്കും ഉണ്ടാവുക. R എന്ന് സൂചിപ്പിക്കുന്നത് ഇതിന് ശേഷം എന്തും ആവാം. ഓക്കെ, ഏത് മോളിക്യൂളാണ് റിയാക്ട് ചെയ്തേക്കുന്നതിൻ്റെ ബേസിൽ എന്തും ആവാം. സോ ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ റിയാക്ഷൻസ്, ഈ പ്രിൻസിപ്പിൾ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്ലൂക്കോസോസാസോൺ റിയാക്ഷൻ ഉണ്ടാവുന്നത്.
ഇതൊരിക്കലും നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല. എങ്ങനെയാണ് ഒസാസോൺ ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് മാത്രം മെൻഷൻ ചെയ്യുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഈവൻ ദോ ഇറ്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് 3-step പ്രോസസ്, ഇറ്റ് ഈസ് നോട്ട് കംപ്ലീറ്റഡ് ഇൻ 3-step റിയാക്ഷൻ എന്നുള്ളത് നോക്കുക. നിങ്ങൾ മൾട്ടി സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതിൽ നമ്മൾ 3-step എന്ന് പറയുന്നത് 1, ഓക്കെ, 2, ഓക്കെ, 3 ഇതാണ് 3-step റിയാക്ഷനായിട്ട് ഇവിടെ പറയുന്നത്. ഓക്കെ, ഒരു ഇൻ്റർമീഡിയറ്റ് ഇതല്ല ഇത്. ഓക്കെ, 1, അതായത് എവിടെയൊക്കെയാണോ ഫീനൈൽ ഹൈഡ്രസീൻ മെൻഷൻ ചെയ്തേക്കുന്നത് ഈ സ്റ്റെപ്പ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. ഈ ഒരു റിയാക്ഷൻസ് ഒന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഈ 3-step എന്ന് പറയുന്നതിൽ മെൻഷൻ ചെയ്യുന്നില്ല. ഒരു റീ അറേഞ്ച്മെൻറ്റ്സ് അവിടെ നടക്കുന്നുണ്ട് കീറ്റോ ഫോം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇവിടെ നോക്കുക നിങ്ങൾ, ഇത് ഗ്ലൂക്കോസ് ആണ്. ഗ്ലൂക്കോസിന്റെ ആൽഡിഹൈഡ് ഗ്രൂപ്പാണ് ഇത്. അപ്പം ഈ കാർബണിലേക്ക് ഈ പറയുന്ന ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് അറ്റാക്ക് ചെയ്യുന്നു. ആസ് എ റിസൾട്ട് കാർബൺ എന്ത് ചെയ്യുന്നു, ഒരു വാലൻസി കാർബണിലേക്ക് വലിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിജൻ ഈ വാലൻസി പുറത്തേക്ക് മൈനസ് ആയിട്ട് നിൽക്കുന്നു. ഓക്കെ, സോ ഇത് വന്നിട്ട് ഇവിടെ നിൽക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഈ ഒരു ഹൈഡ്രജൻ ഉണ്ടല്ലോ, ഈ ഒരു ഹൈഡ്രജൻ എന്ത് ചെയ്യും, ഈ H2ൽ നിന്നുള്ള ഒരു ഹൈഡ്രജൻ ഈ ഓക്സിജനിലേക്ക് പോകും. അങ്ങനെ ഇവിടെ OH ആവും. ഇത് NH ആയി. അഗെയിൻ നൈട്രജൻ എന്ത് ചെയ്യുന്നു, ഈ ഹൈഡ്രജനെ ഷെയർ ചെയ്തേക്കുന്ന ഇലക്ട്രോണും കൂടെ കാർബണിലേക്ക് കൊടുക്കും. സോ ഈ ഹൈഡ്രജൻ ഇവിടെ ഫ്രീ ആവുന്നേ. ഓക്കെ, ഈ ഹൈഡ്രജൻ ഇവിടെ ഫ്രീ ആകുമ്പോൾ ഇത് ഡബിൾ ബോണ്ട് ആവണം അല്ലേ. ഇത് ഡബിൾ ബോണ്ട് ആവണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഒരു ബോണ്ട് ഫ്രീ ആക്കണം. ഈ ഒരു ബോണ്ട് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് ഇവർ രണ്ടും കൂടെ കമ്പൈൻ ചെയ്യും. അങ്ങനെയാണ് -H2 ഒരു H2 വാട്ടർ മോളിക്യൂൾ അവിടെ റിലീസ് ചെയ്യുന്നത്. സോ അഗെയിനും ഒരു ഇനോൾ ഫോമിലേക്ക് ഇത് കൺവേർട്ട് ചെയ്യപ്പെടും. ഈ കാർബൺ എന്ത് ചെയ്യുന്നു, ഹൈഡ്രജനുമായിട്ടുള്ള ബോണ്ട് വലിച്ചിട്ട് ഈ കാർബണുമായിട്ട് ബോണ്ട് ഉണ്ടാക്കുന്നു. സോ ഇറ്റ് വിൽ ഫോം എ ഡബിൾ ബോണ്ട്. ഓക്കെ, അപ്പം ഈ ഹൈഡ്രജൻ ഇവിടുന്ന് റിലീസായി. ഈ ഹൈഡ്രജൻ എങ്ങോട്ട് പോയി, നേരെ ഈ നൈട്രജനിലേക്ക് പോയി. കാരണം ഇവിടെ ഡബിൾ ബോണ്ട് വരുമ്പോൾ ഡെഫിനറ്റ്ലി ഈ കാർബൺ ഈ ഡബിൾ ബോണ്ട് നിലനിർത്താൻ വേണ്ടി പറ്റില്ല. സോ ഇതെന്ത് ചെയ്യുന്നു, ഇവിടെ നൈട്രജനിലേക്ക് പോകും. ഈ വാലൻസി നൈട്രജൻ ആരുമായിട്ട് ഷെയർ ചെയ്യുന്ന ഹൈഡ്രജനുമായിട്ട്. അതാണ് ഇവിടെ NH എന്ന് വന്നത്. ഓക്കെ, അപ്പോൾ ഇനോൾ ഫോമിലേക്ക് വന്നു. ഇനി ഇനോൾ ഫോം മാറ്റിയിട്ട് കീറ്റോ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ്. കീറ്റോ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ബോണ്ട് ഇവിടുന്ന് ബ്രേക്ക് ആവും. ഓക്കെ, ഇനി എന്നപ്പോൾ അവിടെ ബാക്കി NH ആണ്. ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് വലിക്കും. അപ്പം ഡബിൾ ബോണ്ട് NH ഇത് സെറ്റായി. ഓക്കെ, ഇനി ഇവിടെ ബാക്കി ആരാണ്, NHC6H5 ആണ്. അപ്പം ഈ ഹൈഡ്രജനായിട്ട് ഷെയർ ചെയ്തേക്കുന്ന ബോണ്ട് നേരെ ഓക്സിജൻ എടുത്തിട്ട് ആർക്ക് കൊടുക്കും, കാർബൺ കൊടുക്കും. ഓക്സിജന്റെ ലോൺ പെയർ അവിടെ ഉണ്ട്. അപ്പോൾ കാർബൺ കൊടുക്കുന്നു. സോ കാർബൺ ഡബിൾ ബോണ്ട് O ആയി. ഒരു കീറ്റോ ഫോമിലേക്ക് ഇത് മാറിക്കഴിഞ്ഞു. ഓക്കെ, കീറ്റോ ഫോമിലേക്ക് മാറിക്കഴിഞ്ഞു. ഡെഫിനറ്റ്ലി ഇവിടെ NH ഉള്ളത്. NH പോരാ, വാലൻസി ഫില്ലാൻ എന്ത് വേണം, NH2 വേണം. ആരെ, ഹൈഡ്രജൻ. ഈ ഹൈഡ്രജൻ ആണ് ഇവിടെ NH2 ആയിട്ട് വരുന്നത്. അതാണ് ഈ പറയുന്ന ഫീനൈൽ ഹൈഡ്രസീൻ. ഫീനൈൽ ഹൈഡ്രസീൻ കംപ്ലീറ്റ് അല്ല. ഓക്കെ, ഇതൊരു പാർഷ്യലി റിമൂവ്ഡ് ആണ്. അപ്പോൾ ഫീനോൾ റിങ് അവിടെ ഉണ്ടാവും. നമ്മുടെ PH അവിടെ കാണിച്ചേക്കുന്നത്. അതായത് അൾട്ടിമേറ്റ്ലി ഒരു ഏകദേശം ഒരു ഫീനൈൽ ഹൈഡ്രസീന് തുല്യമായിട്ടുള്ള ഒരു മോളിക്യൂൾ അവിടുന്ന് റിമൂവ് ചെയ്യപ്പെടും. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ 3 മോളിക്യൂൾസ് ഓഫ് ഹൈഡ്രസീൻ ആവശ്യമാണ്. പക്ഷേ 3 മോളിക്യൂൾസും ഒസാസോണിന്റെ ഫോർമേഷനിൽ, അതായത് ഒസാസോണിൽ ഇല്ല. 2 മോളിക്യൂൾസ് ഓഫ് ഫീനൈൽ ഹൈഡ്രസീൻ മാത്രമേ ഒസാസോണിൽ ഉണ്ടാവുള്ളൂ. 3 മോളിക്യൂൾ പക്ഷേ ആവശ്യമാണ്. അതിൽ ഒരു മോളിക്യൂള് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെയായി. ഇങ്ങനെ ശേഷം പുതിയൊരു ആള് വീണ്ടും ഫീനൈൽ ഹൈഡ്രജൻ റിയാക്ട് ചെയ്യുന്നു. അത് ഈ സെക്കൻഡ് കാർബണിലേക്ക്, ഈ കീറ്റോ ഫോമിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നു. ഇനി അടുത്ത ആള് വന്നാൽ ഇതിൽ നോക്കുക നിങ്ങൾ. ഓക്കെ, ഏത് കമ്പോണന്റ് ആണ് ഇവിടെ ആഡ് ചെയ്തത്, NH. ഇത് ഈ NH2 ഉണ്ടല്ലോ, NH3 ആയിട്ട് നിൽക്കും. ഓക്കെ, NH3 ആയിട്ട് അവിടെ നിൽക്കുന്നു. NH3 ആയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഒന്നാമത്തെ റിയാക്ഷനിൽ NH3 പ്ലസ് ഫീനൈൽ NH2 എന്ന് കാണിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ട റിയാക്ഷനിൽ C6H5 NH2 NH3. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ അൾട്ടിമേറ്റ്ലി ഇവിടെ എന്താ നടന്നത്, ഇതിന് തുല്യമായിട്ടുള്ള ഒരു കമ്പോണന്റ് ആണ് ഇവ രണ്ടും കൂടെ ചേർന്നാൽ അല്ലേ. അപ്പോൾ ഒരു മോൾ ഓഫ് ഫീനൈൽ ഹൈഡ്രസീൻ എന്ന് പറയുന്നത് റിമൂവ് ചെയ്യപ്പെട്ടു. ഇറ്റ്സ് നോട്ട് ഇൻ ദ എക്സാക്ട് ഫോം ഓഫ് ഫീനൈൽ ഹൈഡ്രസീൻ. പക്ഷെ അതിന് തുല്യമായിട്ടുള്ള ഒരു മോളിക്യൂൾ അവിടുന്ന് റിമൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം 3 മോളിക്യൂൾ ആവശ്യമാണെങ്കിലും ഒസാസോണിൽ 3 മോളിക്യൂളും ഇല്ല. 2 മോളിക്യൂൾ ഓഫ് ഫീനൈൽ ഹൈഡ്രസീൻ മാത്രമേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പം ഈ റിയാക്ഷൻ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എന്താണ് ഒസാസോൺ എന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഈ റിയാക്ഷൻ നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കേണ്ട. നേരത്തെ പറഞ്ഞ ടെക്സ്റ്റ്
ഉള്ള പ്രിൻസിപ്പിൾ മാത്രം പഠിക്കുക, ടെക്സ്റ്റിലുള്ള റിയാക്ഷൻ മാത്രം എഴുതുക. അതിൻ്റെ കൂടെ ഫീനൈൽ ഒസാസോണിൻ്റെ സ്ട്രക്ചർ ഫൈനൽ ഫോമിലുള്ളത് റെപ്രസെന്റ് ചെയ്യുക. അത് ഒസാസോൺ എന്നുള്ളത് കോമൺ ആണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഈ കമ്പോണന്റ് മാറ്റിയിട്ട് എന്ത് ചെയ്യണം, ഇവിടെ ആറിന് ചേർത്താൽ മതി. അതാണ് ഒസാസോണ്. അപ്പം ഇങ്ങനെ തന്നെ വരയ്ക്കുന്നതാണെങ്കിൽ ഇത് ഒസാസോൺ അല്ല, എക്സാക്ട്ലി എന്താണ്, ഗ്ലൂക്കോസാസോൺ ആണ്. കാരണം ഗ്ലൂക്കോസിൽ നിന്നുണ്ടായ ഒസാസോണിനെ നമ്മൾ ഗ്ലൂക്കോസാസോൺ എന്നാണ് വിളിക്കുക. ഓക്കെ, ഇപ്പോൾ ഒസാസോണിന് എഴുതുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ ആറിന് എഴുതുന്നത് ഈ കമ്പോണന്റിന് പകരം. കാരണം അവിടെ എന്തു ആവാം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ഒസാസോൺ റിയാക്ഷൻ. ഇമ്പോർട്ടൻ്റ് ആണ്, ഉറപ്പായിട്ടും ചോദിക്കും. 2 മാർക്കിനാണ് സാധാരണയായിട്ട് ചോദിക്കാറ്. അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം അടുത്തതായിട്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ. റെഡ്യൂസിങ് ഷുഗേഴ്സ്, ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് റെഡ്യൂസിങ് ഷുഗേഴ്സിനെ റെക്കഗ്നൈസ് ചെയ്യാൻ, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒസാസോൺ റിയാക്ഷൻ ചെയ്യുന്നത്. ചെറിയൊരു 30 മിനിറ്റോളം നമ്മൾ സമയം ഇതിന് എടുക്കും റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ സ്റ്റിൽ മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ഷേപ്പ്ഡ് ആയിട്ടുള്ള ഒസാസോൺസിനെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ ഡിഫറെൻറ്റ് ഷേപ്പ്ഡ് ആയിട്ടുള്ള ഒസാസോൺസ് ഉണ്ടാവുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെഡ്യൂസിങ് ഷുഗേഴ്സ് റിയാക്ട് ചെയ്യുമ്പോഴാണ്. അപ്പം അതിനൊരു എക്സാമ്പിൾ ആയിട്ടാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, മാനോസ് ഒക്കെയാണ് നീഡിൽ ഷേപ്പ്ഡ് ആയിട്ടുള്ള അപ്പിയറൻസ് ആണ് കാണിക്കുക. എന്ന് വെച്ചാൽ എക്സോ ഷുഗേഴ്സ്, മോണോസാക്രൈഡ്സ്. ഇനി ഡൈസാക്രൈഡ്സിൽ മാൽട്ടോസ് വരികയാണെങ്കിൽ ഇറ്റ് വിൽ ഹാവ് എ സൺഫ്ലവർ ഷേപ്പ്, ആൻഡ് ലാക്ടോസ് വരികയാണെങ്കിൽ ഇറ്റ് വിൽ ഹാവ് എ കോട്ടൺ ബോൾ ഷേപ്പ്. അപ്പം അങ്ങനെ മോർഫോളജിക്കലി നമുക്ക് ഡിസ്റ്റിങ്ക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു നോർമൽ, ഞാൻ പറഞ്ഞു, ഒരു നോർമൽ പൗഡർ ഫോമിൽ നിങ്ങൾ മോണോസാക്രൈഡോ ഡൈസാക്രൈഡോ കണ്ടു കഴിഞ്ഞാൽ, ലാക്ടോസോ ഗ്ലൂക്കോസോ കണ്ടു കഴിഞ്ഞാൽ യു കനോട്ട് റെക്കഗ്നൈസ് ഇറ്റ് ഈസിലി. ഈ റിയാക്ഷൻ നടത്തുകയാണെങ്കിൽ യു ക്യാൻ ഫൈൻഡ് ഇറ്റ് ബൈ കീപ്പിംഗ് ദാറ്റ് ഇൻ അണ്ടർ ദി മൈക്രോസ്കോപ്പ് ആൻഡ് ഒബ്സർവിങ്. ഇപ്പോൾ മോർഫോളജിക്കലി എന്താണ് അതിൻ്റെ ഷേപ്പ് എന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഏത് റെഡ്യൂസിങ് ഷുഗറാണ് ആ ഒസാസോൺ ഫോം ചെയ്യാൻ വേണ്ടി സഹായിച്ചത് എന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദി ഒസാസോൺ ടെസ്റ്റ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ പറഞ്ഞു 2 മാർക്കിന് ചോദിക്കുന്നതാണ്, പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രിൻസിപ്പിൾ ആയിട്ട് ചോദിക്കാം, സിഗ്നിഫിക്കൻസ് ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഒസാസോൺ റിയാക്ഷൻ എന്താണ് എന്ന് ചോദിക്കാം. 3 കൂടെ ഒന്നിച്ച് ചോദിക്കുന്നത് പതിവില്ല. പക്ഷെ എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 3 കൂടെ ഒന്നിച്ച് എഴുതാൻ സമയം ഉണ്ടെങ്കിൽ അത് എഴുതുന്നതാണ് നല്ലത്. സോ ദാറ്റ്സ് ഇറ്റ്.